കുറച്ച് നാളുകൾക്ക് മുമ്പ് നാം കേട്ടുകൊണ്ടിരുന്ന ഒരു വാർത്തയാണ് ഇസ്രായേൽ ഗാസ യുദ്ധം. അത് കഴിഞ്ഞപ്പോൾ നാം കേട്ടു റഷ്യ യുക്രൈൻ യുദ്ധം. എന്നാൽ ഇന്ന് യുദ്ധം നമ്മുടെ വാതിൽക്കലും എത്തിയിരിക്കുകയാണ്. ഓരോ ദിവസവും ഭീതി പടർത്തിക്കൊണ്ട് എന്തായി തീരുമെന്നറിയാതെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന കുറച്ച് ദിവസങ്ങൾ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ വന്നെത്തിയിരിക്കുകയാണ്. നാളെക്കുറിച്ച് ആർക്കും ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയത്തില്ല. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഓരോ ദിവസവും അത് വർദ്ധിച്ചു വരികയാണ്. യുദ്ധം എപ്പോഴും നാശങ്ങളും നഷ്ടങ്ങളും ഒത്തിരി ജീവനൊക്കെ നഷ്ടപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. രണ്ടു കൂട്ടർക്കും ഇതിനകത്ത് പെട്ടുപോകുന്ന സാധാരണക്കാരായ ഒത്തിരി പേരുണ്ട് രണ്ട് സ്ഥലത്തും. അവരുടെ കാര്യം അതീവ കഷ്ടമാണ്. എന്നാൽ യേശു പറഞ്ഞു, അന്ത്യകാലത്ത് യുദ്ധങ്ങളും യുദ്ധങ്ങളെക്കുറിച്ചുള്ള ശ്രുതികളും നിങ്ങൾ കേൾക്കും. അത് അവസാനമല്ല. ഭൂകമ്പങ്ങളും ക്ഷാമവുമെല്ലാം ഇനി സംഭവിക്കാനുള്ളതാണ്. ഇതൊക്കെ ഈറ്റുനോവിൻ്റെ ആരംഭമാണെന്നാണ് യേശു ക്രിസ്തു പറഞ്ഞത്. ഇപ്പോൾ നാം കാണുന്നതെല്ലാം ഇതൊരു ആരംഭമാണ്, ഇത് അവസാനമല്ല, ഇത് തുടക്കം മാത്രമാണ്. കർത്താവ് യേശു ക്രിസ്തു വിശ്വസിച്ചിരിക്കുന്ന നമുക്ക് പിതാവായ ദൈവം നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് പ്രത്യാശയാണ്. നാം ഈ സമയങ്ങളിൽ ഈ വേളയിൽ മുറുകെ പിടിക്കേണ്ടത് ആ പ്രത്യാശയെങ്കിലാണ്. കാരണം നമുക്ക് ഈ ലോകം വാസയോഗ്യമല്ലെന്നും ഇളകാത്തൊരു രാജ്യം നമുക്ക് വേണ്ടി ഒരുക്കുന്നുണ്ടെന്നും വചനം പറയും. യുദ്ധങ്ങളെല്ലാം കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കണം, കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. യേശു പറഞ്ഞൊരു പ്രവചനമാണിത്. ഇതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് നാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ആരംഭമാണ്. ലോക അവസാനം വന്നെത്തിയിരിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ വലിയ നഷ്ടങ്ങൾ നിങ്ങൾക്കുണ്ടാകും. ഈ ലോകത്തിൽ നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതുമായ നഷ്ടമല്ലത്. യേശു ക്രിസ്തുവിൽ നിന്ന് ലഭിക്കുന്നൊരു പ്രത്യാശയുണ്ട്. നാളുകളിൽ നാമും ഇതിനകത്തൂടെ കടന്നു പോകേണ്ടി വന്നാൽ അന്ന് നമ്മെ പിടിച്ചു നിർത്തേണ്ടത് ഈ പ്രത്യാശയാണ്. നമ്മുടെ വിശ്വാസത്തെ ഒന്ന് പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രത്യാശയെ ഒന്ന് ഉറപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ പ്രത്യാശയിൽ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് യേശു ക്രിസ്തു വേഗം വരും. മനുഷ്യപുത്രന്റെ വരവെങ്കിൽ വിശ്വാസം കണ്ടെത്തുമോ എന്നൊരു ചോദ്യമുണ്ട്. എന്നാൽ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതെ അതിൽ ഉറച്ച് വേരൂന്നി ആഴത്തിൽ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ വരവിനെ പറ്റി തമ്മിൽ പറഞ്ഞ് ആശ്വസിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ഭീതി പടർത്തുന്ന സമയത്ത് നമുക്ക് ഉറച്ചു നിൽക്കാം. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. ഈ സമയത്ത് കഷ്ടമനുഭവിക്കുന്ന ഒത്തിരി പേരുണ്ട് നമ്മുടെ മുമ്പിൽ. അവരെല്ലാം കർത്താവ് സഹായിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ആർമി, നമ്മുടെ ഗവൺമെൻറ്, അവർക്ക് വേണ്ടി എല്ലാം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് വേഗത്തിൽ ചില നീക്കുപോക്കുകൾ വരുത്തട്ടെ. മൈ ഗോഡ് ബ്ലസ് യു.